നമസ്കാരം. നടി ഹണി റോസ് നൽകിയ പരാതിയിൽ രാഹുൽ ഈശ്വറിനെതിരെ കേസെടുക്കാൻ വകുപ്പില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് കൊച്ചി പോലീസ്. ഈ സാഹചര്യത്തിൽ ഹണി റോസിന് കോടതി വഴി രാഹുലിനെതിരെ പരാതി നൽകാം. സോഷ്യൽ മീഡിയ വഴി തനിക്കെതിരെ ആക്രമണം നടത്തുന്നുവെന്നാണ് രാഹുൽ ഈശ്വറിനെതിരെ ഹണി നൽകിയ പരാതി. ബോബി ചെമ്മണ്ണൂരുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ഹണി റോസിനെ വിമർശിച്ചുകൊണ്ട് രാഹുൽ ഈശ്വർ ചാനലുകളിലൂടെയും സോഷ്യൽ മീഡിയ വഴിയും രംഗത്ത് വരികയുണ്ടായി. ഹണി റോസിന്റെ പരാതിയിന്മേൽ കേസെടുക്കാനാകില്ല എന്നതിൽ ആശ്വാസമുണ്ട് എന്ന് രാഹുൽ ഈശ്വർ പ്രതികരിച്ചു. രാഹുലിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: എന്റെ ഏക പ്രശ്നം രാഹുൽ ഈശ്വറിന് പോകാൻ ഒരു പുരുഷ കമ്മീഷൻ ഇല്ല എന്നതാണ്. വനിതാ കമ്മീഷനും യുവജന കമ്മീഷനും എന്നെ വേട്ടയാടുന്നു. ഇവരെല്ലാവരും രാഹുൽ ഈശ്വറിനെതിരെ കേസെടുക്കണമെന്നും അറസ്റ്റ് ചെയ്യണമെന്നും പറയുന്നു. ഇത് സാധാരണ രാഷ്ട്രീയക്കാരല്ല. ഭരണഘടനാ പദവിയാണ് കമ്മീഷൻ. സിവിൽ കോടതിയുടെ അധികാരമുള്ള കമ്മീഷൻ എന്ന് പറയുന്ന സതീദേവിയെ പോലെയുള്ള ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവും ഷാജറിനെ പോലെയുള്ള പ്രാഗൽഭ്യം തെളിയിച്ച ഒരു യുവജന നേതാവുമടക്കം പത്രസമ്മേളനം വിളിച്ച് രാഹുൽ ഈശ്വറിനെ വേട്ടയാടണം, അറസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്ന ഒരു വ്യക്തിയായ തനിക്ക് ഇത് എത്രമാത്രം ഡാമേജ് ആണ് ഉണ്ടാക്കുക? തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇട്ടാൽ പോലും ഹണി റോസിനോടുള്ള വിമർശനം കൂടുകയോ കുറയുകയോ ചെയ്യില്ല. ഹണി റോസോ വനിതാ കമ്മീഷനോ യുവജന കമ്മീഷനോ തന്നെ വിമർശിക്കുന്നത് വെച്ചല്ല താൻ ഹണി റോസിനെ വിമർശിക്കുന്നത്. കാരണം ഇത് സാമൂഹിക ഓഡിറ്റാണ്. കേസ് എടുക്കണമെന്ന് പറയുന്നവർക്ക് എന്റെ മറുപടി കേൾക്കണ്ടേ? ദിശ എന്ന് പറയുന്ന സംഘടന പരാതി നൽകി. അവരുടെ മറുപടി കൂടി കേൾക്കുക എന്നതല്ലേ സ്വാഭാവിക നീതി? കമ്മീഷനിൽ ഒരാൾക്കെതിരെ പരാതി നൽകിയാൽ അയാൾക്ക് പറയാനുള്ളത് കൂടി കേൾക്കണം. രാഹുൽ ഈശ്വറിനെ വേട്ടയാടുന്നതിന് കാരണം തനിക്ക് പോകാൻ ഒരു പുരുഷ കമ്മീഷൻ ഇല്ല എന്നത് തന്നെയാണ്. വനിതാ കമ്മീഷൻ പോലെ പുരുഷ കമ്മീഷനും വേണം. ഹണി റോസ് ആത്മഹത്യയുടെ വക്കിലെന്ന് വരെ പറഞ്ഞു. കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ നേരിൽ വിളിച്ച് സംസാരിക്കുന്ന, എല്ലാ പോലീസുകാരും പിന്തുണയ്ക്കുന്ന, 99% മാധ്യമങ്ങളും പിന്തുണയ്ക്കുന്ന ഹണി റോസ് ആണ് ശക്ത, അബലയല്ല. രാഹുൽ ഈശ്വർ അടക്കം അപ്പുറത്ത് നിൽക്കുന്ന ആണുങ്ങളാണ് അശക്തർ. കേരളത്തിന്റെ സർവശക്തനായ മുഖ്യമന്ത്രി അടക്കം അങ്ങോട്ട് ഫോണിൽ വിളിച്ച് സംസാരിക്കുന്ന ഹണി റോസ് ആണ് അതിശക്തയായ വ്യക്തിയെന്നും രാഹുൽ പറയുന്നു. അതേസമയം നടന്മാരായ നിവിൻ പോളി, സിദ്ദിഖ് എന്നിവർക്കെതിരെ ഉയർന്ന കേസുകൾ കൂടി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പുരുഷന്മാർക്കാണ് പുരുഷ കമ്മീഷൻ വേണമെന്നത് രാഹുൽ ഒന്നുകൂടി ആവർത്തിച്ചു. രാഹുലിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: നിവിൻ പോളിക്കെതിരെ വ്യാജ പരാതിയാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞു. എന്നാൽ എന്തുകൊണ്ടാണ് വ്യാജ പരാതി നൽകിയ സ്ത്രീക്കെതിരെ കേസെടുക്കാത്തത്? അങ്ങനെ ഒരു പ്രോസസ് ഈ നാട്ടിൽ ഇല്ലാത്തത് കൊണ്ടാണ് പല സ്ത്രീകൾക്കും ഇങ്ങനെ സ്വാതന്ത്ര്യത്തോടെ കേസ് കൊടുക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് കൂടിയാണ് സിദ്ദിഖിനെതിരെയും കേസ് വന്നത്. ആദ്യം സിദ്ദിഖിനെതിരെ വെർബലി അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുത്തു. 4-മത്തെയോ 5-മത്തെയോ പ്രതിയായിരുന്നു. പിന്നീട് പറഞ്ഞത് സിദ്ദിഖ് എന്നോട് നില തിയേറ്ററിൽ നിന്ന് സെക്ഷൽ ഫേവേഴ്സ് ചോദിച്ചു എന്നാണ്. അടുത്ത ദിവസം പറയുന്നത് മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് സിദ്ദിഖ് എന്നെ പീഡിപ്പിച്ചു എന്നാണ്. ഇനി ഈ പരാതി കൊടുത്ത പെൺകുട്ടി ചൈനയിൽ സഹപാഠികളായ 32 പേർ സ്വഭാവ ദൂഷ്യമുണ്ട് എന്ന് കാണിച്ചു പരാതി നൽകിയതിന്റെ പേരിൽ ആ രാജ്യത്ത് നിന്ന് തന്നെ പുറത്താക്കപ്പെട്ടയാളാണ്. ആദ്യം അവർ ഫേസ്ബുക്കിൽ ചിലതെഴുതി, പിന്നെ കൂട്ടിക്കൂട്ടി പറഞ്ഞു. അമ്മയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തിരുന്ന സിദ്ദിഖ് പറയുന്നത് കേട്ടപ്പോഴാണ് പരാതി കൊടുക്കാൻ തീരുമാനിച്ചതെന്നാണ് അവർ പറഞ്ഞത്. ഇതൊക്കെ എന്ത് തരം പ്രതികാര മനോഭാവമാണ്? സിദ്ദിഖ് ഈ കേസിൽ മുകുൾ റോത്തഗിക്ക് 30 മുതൽ 40 ലക്ഷം രൂപ വരെ കൊടുത്തിട്ടുണ്ടാകും. കൂടുതൽ ഉണ്ടെങ്കിലേ ഉള്ളൂ. എന്നാലേ പുള്ളിക്കാരൻ വരൂ. ആ തുകയൊക്കെ മകൻ ഷഹീനൊക്കെ അനുഭവിക്കേണ്ടതല്ലേ? ഒരാൾ എന്തൊക്കെയോ കള്ളങ്ങൾ വിളിച്ചു പറഞ്ഞത് കാരണം മറുഭാഗത്ത് നിൽക്കുന്നയാളിന് 50 ലക്ഷമാണ് നഷ്ടം. സിദ്ദിഖിന്റെ ചില സിനിമാ അവസരങ്ങളെങ്കിലും ചോദ്യം ചെയ്യപ്പെടുന്നു. അമ്പയുടെ സ്ഥാനത്ത് നിന്നും ഒഴിയേണ്ടി വരുന്നു. ഈ കേസിൽ ഒരു അവസാനമുണ്ടാകുമോ? ഇനി ആണുങ്ങൾക്കെതിരായ കേസിൽ ജാമ്യം കിട്ടിയാലോ? കിട്ടിയതും കൊണ്ട് മിണ്ടാതിരുന്നോ? ഇനി ഒന്നിനും നിൽക്കേണ്ട, ജാമ്യം കിട്ടിയല്ലോ എന്ന് പറയും. അങ്ങനെ പേടിച്ച് ജീവിക്കേണ്ടവരാണോ ഇവിടുത്തെ ആണുങ്ങൾ? സ്ത്രീപക്ഷമായിക്കൊള്ളൂ, പക്ഷെ പുരുഷ വേട്ടയാകരുത്. ഹണി റോസിനെ ഞാൻ എവിടെയാണ് അസഭ്യം പറഞ്ഞത്? ഹണി റോസിനെ പറഞ്ഞാൽ പിടിച്ചകത്തിടുമെന്നാണ് പറയുന്നത്. അങ്ങനെയല്ലേ യുവജന കമ്മീഷനും വനിതാ കമ്മീഷനും നടപടിയെടുത്തത്? നാളെ ഇവിടെ ജനിക്കുന്ന ആൺകുട്ടികളുടെയും അവകാശം സംരക്ഷിക്കപ്പെടുക തന്നെ വേണം. അതിനുവേണ്ടിയാണ് പുരുഷ കമ്മീഷൻ വേണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നത് എന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു.